ഗുഡ് മോർണിംഗ്. നമ്മൾ ഇനി സഫിഷ്യൻസിയുടെ എക്സാമ്പിളും കൂടിയാണ് നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സഫിഷ്യൻസിയുടെ എക്സാമ്പിൾ നോക്കാം. സഫിഷ്യൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ നമ്മൾ ഒരു L1 ഇൻറ്റു L2 രൂപത്തിൽ എഴുതാം. L1 എന്ന് പറയണത് നമ്മൾ ഏതിൻ്റെയാണോ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് കാണിക്കണം. ഇപ്പം മ്യൂവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ L1 എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. L2 എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ, അതായത് അതിൽ മ്യൂ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ എഴുതാൻ പറ്റണം. അത് അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇതിനെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ഷോ ദാറ്റ് ഇഫ് സിഗ്മ സ്ക്വയർ ഈസ് നോൺ, x bar is a sufficient estimator of mu, but if mu is known, s square is not a sufficient estimator of sigma square. അതായത് സിഗ്മ സ്ക്വയർ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് കാണിക്കണം. പിന്നെ മ്യൂ അറിയാമെന്നുണ്ടെങ്കിൽ എസ് സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ എന്ന് കാണിക്കണം. അപ്പൊ അതിൽ ഒരു കേസേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നോക്കാം. ലെറ്റ് x1, x2, xn be a random sample of size n taken from normal population. ഇവിടുത്തെ നോർമൽ പോപ്പുലേഷൻ ആയിരുന്നു. അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x mu sigma equal to 1 by sigma root 2 pi e raised to minus 1 by 2 x minus mu divided by sigma whole square. നമുക്ക് കാണിക്കേണ്ടത് എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂവിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് കാണിക്കണം. അപ്പൊ ഈ ഫംഗ്ഷനെ L1 ഇൻറ്റു L2 രൂപത്തിൽ എഴുതണം. അതായത് ഇതിന്റെ പ്രൊഡക്റ്റിനെ, ഈ ഫംഗ്ഷന്റെ പ്രൊഡക്റ്റിനെ, ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ L1 ഇൻറ്റു L2 രൂപത്തിൽ എഴുതണം. വേറെ L1ല് മ്യൂവിന്റെ ആണല്ലോ കാണിക്കേണ്ടത്. മ്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം, വേരിയബിൾ ഉണ്ടായിരിക്കണം. L2ല് വേറെ മ്യൂ ഉണ്ടാവാൻ പാടില്ല, വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റേഴ്സ്. അപ്പൊ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. L of x1, x2, xn mu sigma equal to product f of xi mu sigma. അപ്പോൾ അതായത് f of x1 mu sigma into f of x2 mu sigma etc f of xn mu sigma വരെ വരും. അപ്പോൾ ഓരോ fi-കളും കൊടുക്കുക. 1 by root 2 pi sigma e raised to minus 1 by 2 x1 minus mu by sigma whole square. ഇവിടെ ഇതൊക്കെ സെയിം തന്നെ. ഇവിടെ xi എന്നായിരുന്നല്ലോ, അപ്പൊ x1 വരും, x2 വരും, എക്സെട്ര. അപ്പൊ കോമൺ ഉള്ളത് ഈ 1 by root 2 pi sigma എന്ന് പറയുന്നത് n ടൈംസ് ഉണ്ട്. അപ്പൊ അതേ ഇൻറ്റു ഇങ്ങനെ n ടൈംസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ റേസ് ടു n ആണ് വരിക. 1 by root 2 pi sigma ഹോൾ പവർ n e raised to minus 1 by 2 ഈ സിഗ്മ സ്ക്വയർ കോമൺ എടുത്ത് പോയിട്ട് e raised to x into e raised to y എന്ന് പറയുന്നത് e raised to x plus y ആണ്. അപ്പൊ e raised to x1 minus mu whole square into e raised to x2 minus mu whole square etc എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാനാണ് വരിക. അപ്പൊ e raised to summation xi minus mu whole square എന്ന് വരും. ഇനി നമ്മൾ ഒരു എക്സ് ബാർ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, കാരണം നമുക്ക് എക്സ് ബാറിന്റെ ഇതാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. xi minus x bar whole square plus x bar minus mu whole square plus 2 into xi minus x bar into x bar minus mu. ഇനി നമ്മൾ സമ്മേഷൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പൊ സമ്മേഷൻ ഇത്. ഇനി ഇവിടെ ഐ ആണ് വേരി ചെയ്യേണ്ടത് ഈ സമ്മേഷനിൽ. അപ്പൊ ഇത് നോക്കി, ഇവിടെ എക്സ് ബാറും മ്യൂ ആണ്, ഐ ഇല്ല. അപ്പൊ ഇതിനെ തന്നെ നമ്മൾ n ടൈംസ്, അതായത് ഇപ്പൊ എക്സ് തന്നെ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എക്സെട്ര അങ്ങനെ ചെയ്യുമ്പോൾ nx നല്ല കിട്ടുക. അപ്പൊ അതുപോലെ ഇവിടെ അതായത് വേരി ചെയ്യണ ഒന്നുമില്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിനെ n ടൈംസ് ആഡ് ചെയ്ത n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. പിന്നെ 2 ഇൻറ്റു ഇതും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്സ് ഐക്കാണ് വേരിയബിൾ ഉള്ളത്, വാരി ചെയ്യണത്. അപ്പൊ സമ്മേഷൻ അതിന് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ ടേം 0 ആയി പോയി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ആണല്ലോ, അപ്പൊ സമ്മേഷൻ രണ്ടിനും കൊടുക്കാം. സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ എക്സ് ബാർ. അപ്പൊ സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ എക്സ് ബാർ എന്ന് പറയുന്നത്, അതായത് എക്സ് ബാർ ഇവിടെ കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പൊ എക്സ് ബാറിനെ ഇങ്ങനെ എക്സ് ബാർ പ്ലസ് എക്സ് ബാർ പ്ലസ് എക്സെട്ര അങ്ങനെ ചെയ്യുമ്പോൾ n എക്സ് ബാർ എന്ന് കിട്ടും. ഈക്വൽ ടു സമ്മേഷൻ xi മൈനസ് n ഇൻറ്റു എക്സ് ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ n ആണ്.
അപ്പൊ ഈ n ക്യാൻസൽ ചെയ്ത് പോയി സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ xi വരും. അപ്പൊ 0 എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ ടേം 0 ആയിട്ട് പോണത്. അതായത് സമ്മേഷൻ ഉള്ളിലേക്ക് കൊടുക്കുക, സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ x ബാർ, സമ്മേഷൻ x ബാർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് nx ബാർ എന്ന് വരും. ഇനി x ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് സമ്മേഷൻ xi ബൈ n ആണ്. n ക്യാൻസൽ ചെയ്ത് പോയി സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ xi എന്ന് പറയുന്നത് 0 വരും. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇ റേസ് ടു എന്ന് എഴുതി ഇത്രയും വലിയ ടേം എഴുതാൻ പ്രയാസമായതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇനി എന്താണ് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് n(s)² ആണ്. കാരണം s² എന്ന് പറയുന്നത് 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഈ ടേം എന്ന് പറയുന്നത് n(s)² എന്ന് കിട്ടും. രണ്ടാമത്തത് അങ്ങനെ തന്നെ. ഇനി n കോമൺ എടുക്കും നമ്മള്, n കോമൺ എടുത്തു, എന്നിട്ട് രണ്ട് ടേം ആക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഇ റേസ് ടു മൈനസ് n s² ബൈ 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബാർ മൈനസ് മി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഓക്കെ, അപ്പോ അതില് ഇതാണ് മ്യൂ ഉള്ള ടേം. ഈ രണ്ടിടത്തിൽ നോക്കുമ്പോൾ മ്യൂ ഇല്ല. അപ്പൊ ഇത് ഒരു ഫംഗ്ഷൻ ആയിട്ടും ഇത് വേറൊരു ഫംഗ്ഷൻ ആയിട്ടും എഴുതി. L1 ഇൻറ്റു L2 വേറെ രണ്ടും നോൺ സീറോ ടേംസ് ആയിരിക്കണം. L1 നമ്മൾ ഏതിന്റെയാണോ കാണേണ്ടത് ആ ടേം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ മ്യൂവിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ മ്യൂ ഉണ്ടായിരിക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. മറ്റേതെന്ന് പറയുന്നത് മ്യൂവിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അതായത് വേറെ മ്യൂ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതി. അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂവിന്റെ സിഗ്മ എന്ന് പറയുന്നത് given in L1 is a function x bar and mu alone. L2 independent variable ആണ്. അപ്പോ നമുക്ക് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് കിട്ടി. ഓക്കെ, അപ്പൊ ചെയ്തത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി, അത് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഫംഗ്ഷന്റെ. അപ്പൊ x1 x2 അങ്ങനെ എഴുതി, എന്നിട്ട് അതായത് ഫംഗ്ഷന്റെ വാല്യൂ കൊടുത്തു, എന്നിട്ട് ഈ ടേം എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആണ്, അത് ഒന്നിച്ചെടുത്തു, ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഇനി ഒരു എക്സ് ബാർ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യും, അതൊരു മെയിൻ സ്റ്റെപ്പാണ്. അത് ചെയ്താൽ ബാക്കിയൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇവിടം വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സ് ബാർ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ് ബാർ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ സ്ക്വയർ ചെയ്യും, സമ്മേഷനുള്ളിലേക്ക് എടുക്കും. അപ്പൊ അതിൽ ഈ ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് പോയി. പിന്നെ ഇങ്ങനെ ഇത് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് n(s)² ആണ്. പിന്നെ രണ്ട് ടേം ആക്കി എഴുതി. ആദ്യത്തേല് മ്യൂ ഉണ്ട്, രണ്ടാമത്തേല് മ്യൂ ഇല്ല. ഓക്കെ, അടുത്തത് examine whether summation xi minus mu whole square is a sufficient estimator of sigma square for normal population when mu is known. mu അറിയാന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ അവിടുത്തെ എഫ് ഓഫ് എക്സ് മ്യൂ സിഗ്മ എന്ന് പറയുന്നത് നേരത്തെ ഫംഗ്ഷൻ തന്നെ 1 by sigma root 2 pi e raised to minus 1 by 2 x minus mu by sigma whole square. അപ്പൊ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, പ്രൊഡക്റ്റ് ഓഫ് ഇത്. അപ്പൊ ഇവിടെ x1 x2 എക്സെട്ര xn ഇങ്ങനെ വരും. 1 by root 2 pi sigma all raised to n e raised to minus 1 by 2 sigma square സമ്മേഷൻ ഇത്. ഇനി അപ്പോ നമുക്ക് ഇവിടെ സിഗ്മ സ്ക്വയറിന്റെ ഇതായിട്ടാണ് കാണേണ്ടത്. സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ എന്നാണ് കാണേണ്ടത്. അപ്പോ ഇവിടെ സിഗ്മ സ്ക്വയർ ഉണ്ട് ഫംഗ്ഷൻ. അപ്പൊ ഇത് L1 ആയിട്ടും ഇത് നോക്കുമ്പോൾ 1 by root 2 pi സിഗ്മയേ ഉള്ളൂ, സിഗ്മ സ്ക്വയർ ഇല്ല. അപ്പൊ ഇത് L2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ L1 ഇൻറ്റു L2, ഈ ഫംഗ്ഷനും ഉണ്ട് സിഗ്മ സ്ക്വയറും ഉണ്ട്. അപ്പൊ L1 ഇൻറ്റു L2 നമുക്ക് എഴുതാൻ പറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി എക്സ്പാൻഡ് ഒക്കെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് L1 ഇൻറ്റു L2 രൂപത്തിൽ കിട്ടും. അടുത്തത് obtain a sufficient estimator of theta using a sample size n from f of x theta equal to 1 by root 2 pi theta e raised to minus x square by 2 theta. Let x1 x2 etc xn be random sample of size taken from n of 0 theta.
നമ്മൾ n of 0 തീറ്റ എന്ന് എടുക്കുകയാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് തീറ്റ എന്ന് പറയുന്നത് 1/√2π തീറ്റ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 തീറ്റ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൽ ഓഫ് x1 x2 xn 0 തീറ്റ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എഫ് ഓഫ് എക്സ് ഐ 0 തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പൊ എഫ് ഓഫ് x1 0 തീറ്റ, എഫ് ഓഫ് x2 0 തീറ്റ, എക്സെട്ര എഫ് ഓഫ് xn 0 തീറ്റ. 1/√2π തീറ്റ ഹോൾ പവർ n ഇ റേസ് ടു മൈനസ് x1 സ്ക്വയർ ഇവിടെ ഇതില്ല കേട്ടോ. 1/√2π എന്നേ ഉള്ളൂ, ഹോൾ പവർ n എന്നില്ല. 1/√2π ഇ റേസ് ടു x1 സ്ക്വയർ ബൈ 2 തീറ്റ 1/√2π തീറ്റ ഇ റേസ് ടു മൈനസ് x2 സ്ക്വയർ എക്സെട്ര. അങ്ങനെ എല്ലാം എടുക്കുമ്പോഴാണ് കോമൺ ആയിട്ട് 1/√2π ഹോൾ പവർ n എന്ന് വരുന്നത്. ഇ റേസ് ടു മൈനസ് 1/2 തീറ്റ കോമൺ എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്, സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തിന്റെയാണ് കാണേണ്ടത്? തീറ്റയ്ക്കാണ് കാണേണ്ടത്. അപ്പൊ തീറ്റയുടെ ഫംഗ്ഷൻ ഉള്ളതും അല്ലാത്തതുമായിട്ട് എഴുതുക. അപ്പം ഇത് ഇവിടെ എന്ന് കണ്ടു കഴിഞ്ഞാൽ റൂട്ട് തീറ്റയാണ് ഫംഗ്ഷൻ, ഇവിടെയാണ് തീറ്റയുടെ ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ ഇ റേസ് ടു മൈനസ് 1/2 തീറ്റ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു 1/√2π തീറ്റ ഹോൾ പവർ n. റൂട്ട് മൊത്തത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ L1 ഇൻറ്റു L2 നമുക്ക് എഴുതാൻ പറ്റി. അപ്പോൾ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. അടുത്തത് എക്സാമിൻ വെദർ ദ സാമ്പിൾ മീൻ എക്സ് ബാർ is sufficient for lambda. പോസോൺ ഡിസ്ട്രിബ്യൂഷനിലെ എക്സ് ബാർ എന്ന് പറയുന്നത് ലാംഡയുടെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. x1 x2 etc xn random sample taken from Poisson distribution with parameter lambda. L of xi lambda എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് f of xi lambda. ഇനി അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to minus lambda lambda raised to x1 divided by x1 factorial. ഫംഗ്ഷൻ ശരിക്കും e raised to minus lambda lambda raised to xi divided by xi factorial ആണ്. അപ്പോൾ ഓരോന്നിനും x1 x2 etc അങ്ങനെ കൊടുത്തു. e raised to minus ലാംഡ അങ്ങനെ n ടൈംസ് ഉണ്ട്. അപ്പൊ e raised to minus n ലാംഡ ഇൻറ്റു ലാംഡ raised to x1 ഇൻറ്റു ലാംഡ raised to x2 ഇൻറ്റു എന്ന് പറയുമ്പോൾ സമ്മേഷൻ ആണ് വരിക. ലാംഡ raised to summation xi divided by x1 factorial ഇൻറ്റു x2 factorial ഇൻറ്റു എക്സെട്ര xn factorial. ഓക്കെ, e raised to minus n ലാംഡ ലാംഡ raised to summation xi divided by n എന്ന് പറയുന്നതാണ് x bar. അപ്പൊ സമ്മേഷൻ xi എന്ന് പറയുന്നത് n x bar ആണ്. നമുക്ക് x bar ആണ് ലാംഡയുടെ ഇതായിട്ട് കിട്ടേണ്ടത്. അപ്പൊ x bar എന്ന് പറഞ്ഞ ടേം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അപ്പൊ നമുക്ക് ലാംഡ raised to n x bar e raised to minus n ലാംഡ ഡിവൈഡഡ് ബൈ ഇത്. അപ്പൊ L1 into L2 എന്ന് എഴുതി, കാരണം ലാംഡയുടെ ഉണ്ട് എക്സ് ബാറിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ലാംഡയുടെ ഒരു ഫംഗ്ഷൻ ഇല്ല. e raised to n ലാംഡ എന്നുണ്ട്, പക്ഷെ എക്സ് ബാറും ഉള്ള ഒരു ഇതില്ല. അപ്പൊ അതുകൊണ്ട് ഇത് L1 into L2 എന്നുള്ള രൂപത്തിൽ എഴുതി. അടുത്തത് let x1 x2 etc xn be random sample from uniform population f of x theta equal to 1 by theta 0 തൊട്ട് തീറ്റ വരെ ബാക്കിയുള്ളത് 0. Find a sufficient estimator of theta. 0 less than or equal to x1 x2 x3 etc xn less than or equal to theta. Maximum of xi is the sufficient estimator of theta. അതായത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന്റെ മാക്സിമം എന്ന് പറയുന്നതായിരിക്കും സഫിഷ്യന്റ് എന്ന്. xn എന്ന് പറയുന്നതാണ് അപ്പൊ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. അടുത്തത് show that x bar is a sufficient estimator of p when samples of size n are taken from binomial population parameters n and p. x bar p യുടെ sufficient estimator ആണ് കാണിക്കണം. Let x1 x2 etc xn be random sample of size n taken from binomial distribution binomial population. ഇനി അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ncx
p raised to x 1 minus p into n raised to n minus x ആണ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കും. അപ്പൊ f of x1, f of x2, etc. അപ്പൊ nc x1 p raised to x1 1 minus p raised to n minus x1 etc. അപ്പൊ nc x1, nc x2, etc. nc xn p raised to x1 into p raised to x2 into etc. എന്ന് പറയുമ്പോൾ p raised to summation xi 1 minus p raised to n into n minus x bar. അതെങ്ങനെയാ വന്നു വെച്ച് കഴിഞ്ഞാൽ n മൈനസ് ഇത് നമ്മൾ ആഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. റേസ് ടു ഇൻറ്റു വരുമ്പോൾ അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് n മൈനസ് എക്സ് വൺ പ്ലസ് n മൈനസ് എക്സ് ടു പ്ലസ് എക്സെട്ര അങ്ങനെ ചെയ്യുമ്പോൾ n ടൈംസ് n വരുന്നുണ്ടല്ലോ. അപ്പൊ n മൈനസ് ഇത് സമ്മേഷൻ അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര ആണ്. സമ്മേഷൻ എക്സ് ഐ നമുക്ക് എക്സ് ബാറിന്റെ ടേം കൊണ്ടുവരണം. അപ്പൊ ഇത് സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നത് നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ n എക്സ് ബാർ ആണ്. അപ്പൊ n കോമൺ എടുത്തു കഴിഞ്ഞാൽ n മൈനസ് എക്സ് ബാർ എന്ന് കിട്ടും. അങ്ങനെയാണ് ഇത് വന്നത്. അതായത് സമ്മേഷൻ n മൈനസ് എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n നമ്മൾ n ടൈംസ് വരുന്നുണ്ട്. n മൈനസ് എക്സ് വണ്ണിലും n മൈനസ് എക്സ് ടു അങ്ങനെ n ടൈംസ് n വരുന്നുണ്ട് മൈനസ് സമ്മേഷൻ എക്സ് ഐ. സമ്മേഷൻ എക്സ് ഐനെ നമ്മൾ n എക്സ് ബാർ എന്ന് എഴുതി n കോമൺ എടുത്തു അങ്ങനെ എഴുതിയതാണ് ഇത്. ഓക്കെ, ഇത് p റേസ് ടു സമ്മേഷൻ എക്സ് ഐനെ n എക്സ് ബാർ എന്ന് എഴുതി. ഇതിനെ ഇങ്ങനെ എഴുതി. അപ്പൊ p റേസ് ടു n എക്സ് ബാർ 1 മൈനസ് p റേസ് ടു n ഇൻറ്റു n മൈനസ് എക്സ് ബാർ nc x1 nc x2 എക്സെട്ര. അപ്പൊ ഇവിടെ എക്സ് ബാറും ഉണ്ട് പിയും ഉണ്ട്. അപ്പൊ ഇത് ആണ് L1, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത് L2. അപ്പൊ L1 ഇൻറ്റു L2 എന്ന് എഴുതാൻ പറ്റി. അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്നത് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് p ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എക്സാമ്പിൾസ്. അതായത് സഫിഷ്യന്റ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതുക. അതായത് പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ എഴുതുക. അപ്പൊ x1 x2 അങ്ങനെ വാല്യൂ കൊടുത്ത് എഴുതിയിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു രൂപത്തിൽ എഴുതും. L1 into L2 എന്ന് ആയിക്കോളും. L1 എന്ന് പറയുന്നത് നമുക്ക് ഏതിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണോ ഏതിന്റെ ആണോ, അതായത് എക്സ് ബാർ പി ആണെങ്കിൽ എക്സ് ബാറും പി ഉള്ള ഒരു ടേം കിട്ടണം. മറ്റേതില് പിയും എക്സ് ബാറും ഒന്നും ഉണ്ടാവാത്ത വേറൊരു ഫംഗ്ഷനും കിട്ടണം. അങ്ങനെ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 4 ഗുഡ് എസ്റ്റിമേറ്റർ 4 പ്രോപ്പർട്ടീസ് അൺബയാസ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി ആണ് പഠിച്ചത്. 4ന്റെയും എക്സാമ്പിൾസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഇത് കഴിഞ്ഞു. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. അതായത് എസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ പഠിച്ചിരിക്കണം. എക്സാമ്പിള് ഇതുപോലെ ഒരെണ്ണം ഇതിങ്ങനെ ഷോ ചെയ്യാൻ പറഞ്ഞാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. നിങ്ങൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഓരോ ദിവസമൊക്കെ കുറേശ്ശെ ക്ലാസ് ഒക്കെ എടുക്കും, അല്ലെങ്കിൽ തീരില്ല. ഓക്കെ, താങ്ക് യു.